സ്വതന്ത്രമായ പ്രവേശനം അനുവദനീയമല്ലാത്ത പ്രദേശത്ത് അനധികൃതമായി കടക്കുവാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഉപരോധം കർശനമാക്കി വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ്. ഡിസംബർ 19-ന് പരിശുദ്ധ സിംഹാസനം പുറപ്പെടുവിച്ച ഉത്തരവിലൂടെയാണ് വത്തിക്കാൻ സിറ്റിയുടെ കർശനമായ സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള സാമ്പത്തിക പിഴയും ജയിൽ ശിക്ഷയും വർദ്ധിപ്പിച്ചത്. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിനായുള്ള പൊന്തിഫിക്കൽ കമ്മീഷൻ പ്രസിഡന്റ് കർദിനാൾ ഫെർണാണ്ടോ വെർഗസ് അൽസാഗ ഒപ്പിട്ട രേഖയിൽ 10,000 മുതൽ 25,000 യൂറോ വരെ പിഴയും 1 വർഷം മുതൽ 4 വർഷം വരെ തടവും വ്യവസ്ഥ ചെയ്യുന്നു. അക്രമം, ഭീഷണി, വഞ്ചന, അതിർത്തി നിയന്ത്രണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കൽ എന്നിവയിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് ഈ പിഴ ബാധകമാകും. കൂടാതെ കാലഹരണപ്പെട്ട പെർമിറ്റുകളോടെ പ്രവേശിക്കുന്നവർക്കും സ്ഥാപിത ആവശ്യകതകൾ പാലിക്കാത്തവർക്കും 2,000 മുതൽ 5,000 യൂറോ വരെയുള്ള ഭരണപരമായ ശിക്ഷകൾ ലഭിക്കും. തോക്കുകൾ, വിനാശകരമായ വസ്തുക്കൾ, വേഷം മാറി ഒരു വ്യക്തി അല്ലെങ്കിൽ നിരവധി ആളുകൾ ഒരുമിച്ച് കുറ്റകൃത്യം ചെയ്താൽ പിഴകൾ വർദ്ധിപ്പിച്ചേക്കാമെന്നും ഡിക്രി ഊന്നി പറയുന്നു. അതുപോലെ ഒരു വാഹനത്തിൽ അനധികൃത പ്രവേശനം നടത്തിയാൽ പിഴ 3/2 വരെ വർദ്ധിപ്പിക്കാം. ഡ്രോണുകളുടെ ഉപയോഗം ഉൾപ്പെടെ വത്തിക്കാനിൽ കർശന നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, വത്തിക്കാൻ മ്യൂസിയങ്ങൾ പോലുള്ള സൗജന്യ പ്രവേശനാനുമതിയുള്ള സ്ഥലങ്ങളിൽ മുൻകൂർ സുരക്ഷാ പരിശോധനയും ആവശ്യമാണ്. നിലവിൽ വെറും 800-ലധികം നിവാസികളാണ് വത്തിക്കാൻ സിറ്റിയിൽ ഉള്ളത്.